ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് നമുക്ക് വൈൽ ലൂപ്പും നമ്മൾ ഫോർ ലൂപ്പും പഠിച്ചു അല്ലെ. നമുക്ക് 2 ലൂപ്പും അതുപോലെ തന്നെ കളക്ഷൻ ആയിട്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി സോൾവ് ചെയ്യാനുള്ളത്. ഓക്കെ ആണോ? അതിന് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്പർ ആംസ്ട്രോങ് നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ എന്താ ആംസ്ട്രോങ് നമ്പർ എന്ന് പറഞ്ഞാൽ? ഒരു സംഖ്യയുടെ 3 ഡിജിറ്റ്സിനെ വെച്ച് പവർ ചെയ്ത് കഴിഞ്ഞാൽ ആ സംഖ്യയുടെ ഡിജിറ്റ്സിനെ വെച്ച് പവർ ചെയ്ത് കഴിഞ്ഞാൽ അതേ സംഖ്യ തന്നെ കിട്ടും. സംഖ്യയുടെ ഡിജിറ്റ്സിനെ വെച്ച് ജസ്റ്റ് വെറുതെ പവർ ചെയ്താൽ മതിയോ? പവർ ചെയ്തിട്ട് അതിന് 3 ആഡ് ചെയ്യാം. ആഡ് ചെയ്യും വേണം അല്ലെ. പവറിന്റെ സം എന്തായിരിക്കണം? ആ ഒരു നമ്പർ തന്നെയാണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുന്നത് ആംസ്ട്രോങ് നമ്പർ. അതായത് ഇപ്പൊ 1 2 3 ഒരു നമ്പർ ആംസ്ട്രോങ് ആവണമെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്തായിരിക്കണം? ഇതിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 3 ഡിജിറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് എന്തായിരിക്കണം? 123 ആയിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെ ആവുന്ന നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംസ്ട്രോങ് നമ്പർ എന്ന് പറയുന്നത് ആണല്ലോ. ഇനി 124 ആണ് നമ്പർ എങ്കിലോ? ഇങ്ങനെയാണെങ്കിലോ? 3 ആ നമ്പർ തന്നെ കിട്ടിയില്ലെങ്കിൽ അല്ല 1 ക്യൂബ് ആണോ അല്ല 1 ആണോ? 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് 4 ക്യൂബ് ആണോ? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 ആണോ ഈക്വൽ ആവണ്ടേ? 4 അല്ലെ. കാരണം എന്തെങ്കിലും എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 4 ഡിജിറ്റ് ആണ് ഉള്ളത്. അപ്പൊ എന്തിനോട് ഈക്വൽ ആവണം? ഈ 1 2 3 4 എന്ന് പറയുന്ന നമ്പർ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 ഈക്വൽ ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? അതൊരു ആംസ്ട്രോങ് നമ്പർ ആണ് എന്ന് പറയാം അല്ലെ. ഓക്കെ, അപ്പൊ നമുക്കൊരു നമ്പർ ആംസ്ട്രോങ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തായിരുന്നോ? ഓക്കെ, എങ്ങനെയാ ചെയ്തേ നോക്ക്. എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാം ഒന്നും കൂടി. n ഈക്വൾ ടു എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ യൂസറിന്റെ ഇൻപുട്ടായി വാങ്ങാം അല്ലെ. അപ്പൊ ഞാൻ എന്ത് കൊടുത്തു? ഇൻപുട്ട് നമ്പർ. ഓക്കെ, ഒരു നമ്പർ യൂസറിന്റെ ഇൻപുട്ട് വാങ്ങി. നമ്മൾ ആദ്യം എന്ത് ചെക്ക് ചെയ്യണം? യൂസർ ഇൻപുട്ട് ചെയ്ത നമ്പറിൽ എത്ര ഡിജിറ്റ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ എത്ര ഡിജിറ്റ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് നമ്പറിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ഇല്ല അല്ലെ. ലെങ്ത് കണ്ടുപിടിക്കേണ്ട ഫംഗ്ഷൻ നമ്മൾ എന്താ കൊടുക്കുക? സ്ട്രിങ്ങിലാ കൊടുക്കുക. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ എന്ന് പറയുന്ന നമ്പറിനെ സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യണം അല്ലെ. അപ്പൊ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഞാനിപ്പോ ഇവിടെ പുതിയ എസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുക്കുന്ന എന്ത് കൊടുത്താൽ മതി? സ്ട്രിങ് ഓഫ് str ഓഫ് n കൊടുത്താൽ പോരെ. അപ്പൊ എന്നിലെ നമ്പർ എന്തായി? സ്ട്രിങ് ആയില്ലേ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആ നമ്പറിൽ എത്ര ഡിജിറ്റ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് എത്ര ലെങ്ത് ഉണ്ട് നോക്കിയാ പോരെ. അപ്പൊ എന്ത് ചെയ്തു? ഡിജിറ്റ്സ് d എന്ന് പറയുന്ന ഒരു വേരിയബിളോട്ട് സ്റ്റോർ ചെയ്യാണ്. എന്ത് ചെയ്താൽ മതി? len ഓഫ് എന്ത് കൊടുത്താൽ മതി? s എന്ന് കൊടുത്താൽ മതി അല്ലെ. അപ്പം ഈ d എന്ന് പറയുന്ന വേരിയബിളിനകത്ത് ഇപ്പൊ എന്താ ഉള്ളത്? നമ്മുടെ ഈ s എന്ന് പറയുന്ന നമ്പറിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ടോ? സ്ട്രിങ് എന്ന് എടുക്കുന്നതിന് പകരം അല്ലാതെ ഇവിടെ ചെയ്യായിരുന്നല്ലോ. അവിടെ തന്നെ ഇൻപുട്ട് കൊടുത്തിട്ടല്ലേ? എന്താ സ്ട്രിങ് len ഓഫ് ഞാൻ ചെയ്ത എങ്ങനെയായിരുന്നു? പറ. ഈ എന്നില്ലേ n അതിനെ വേറൊരു ഇതിലോട്ട് അസൈൻ ചെയ്തിട്ട് വേറൊരു വേരിയബിൾ അസൈൻ ചെയ്തിട്ട് എന്നിനെ വേറൊരു വേരിയബിളോട് അസൈൻ ചെയ്ത് കൊടുത്തു. എന്തിന്? എന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എന്നിനെ വേറെ വേരിയബിൾ കൊടുത്തത് എന്തിനാ? എന്നിപ്പോ ഓൾറെഡി ഒരു വേരിയബിൾ അല്ലേ. ഇവിടെ ഇന്റ് എന്തിനാണോ ഉദ്ദേശിച്ചത്? ഓക്കെ, നമുക്കത് പറയാം. ഇപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു ഫോർമാറ്റ് ചെയ്യാം. വേറെ എന്തെങ്കിലും എളുപ്പം ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, പറയട്ടെ.
ഓക്കെ, ഞാൻ എന്ത് കണ്ടു? ഇപ്പൊ അതിന്റെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് കണ്ടു. ഡിയിൽ ഇപ്പൊ എന്തുണ്ടെങ്കിലും എത്ര നമ്പേഴ്സ് ഉണ്ട്, അത്രയുണ്ട് അല്ലെ. ഇനി നമുക്ക് എന്ത് കാണേണ്ടി വരും? നമുക്ക് അതിൽ ഓരോന്നും ട്രാവേഴ്സ് ചെയ്തിട്ട് അതിന്റെ സമ്മ് കാണണം അല്ലെ, അതിന്റെ പവറും കാണണം, അതുപോലെ തന്നെ സമ്മും കാണണം. അപ്പൊ ഞാൻ ഇവിടെ എന്ത് എടുക്കുന്നു? ഒരു വൈൽ ലൂപ്പാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ ഐ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. സീറോ. നമ്മൾ ആ ഒരു സ്ട്രിങ്ങിലാണ് ട്രാവേഴ്സ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇൻഡെക്സ് നമ്പർ നമുക്ക് 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. സോ എന്ത് കൊടുത്തു? ഐയിൽ 0 എന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ വൈൽ കണ്ടീഷൻ എന്താ? ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ദാൻ ലെങ്ത് ആയിരിക്കും അല്ലെ. ലെങ്ത് ഇപ്പൊ ഇതിനകത്ത് ഉണ്ട്, ഡിക്കകത്ത് ഉണ്ട്. സോ എന്ത് കൊടുത്താൽ മതി? ഐ ലെസ് ദാൻ ഡി എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് സമ്മ് എത്രാന്ന് അറിയില്ല. നമുക്ക് അതിന്റെ പവർ കാണുകയും വേണം, സമ്മും കാണണം അല്ലെ. അപ്പൊ എനിക്ക് ആദ്യം സമ്മ് എത്രാന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ എന്ത് കൊടുത്തു? സമ്മ് ഈക്വൽ ടു 0 എന്ന് അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ വേണ്ടത് അല്ലെ. അപ്പൊ എന്ത് കൊടുത്തു? സമ്മ് ഈക്വൽ ടു സം പ്ലസ് സമ്മിനോട് എന്ത് കൂട്ടണം നമുക്ക്? ഈ ഓരോന്നിന്റെ ഇപ്പൊ ആദ്യം ഡിജിറ്റിനകത്തോട്ട് എന്ത് വരും? ഇപ്പൊ 1 2 3 ആണെങ്കിൽ 1 വരും. 1ന്റെ റേസ് ടു 3 കാണണം അല്ലെ. പ്ലസ് അത് പിന്നെ എന്ത് ചെയ്യണം? അടുത്ത ഇറ്ററേഷനിൽ ഇപ്പൊ സമ്മിൽ എന്തുണ്ടാവും? ആ 1 ക്യൂബ് ആയിരിക്കും ഉണ്ടാവുക. അടുത്ത ഇറ്ററേഷനിൽ ഈ 1 ക്യൂബിനോട് 2 ക്യൂബ് ആഡ് ചെയ്യണം ആണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? നമുക്ക് ഓരോന്ന് എങ്ങനെ കിട്ടാം? എസ് ഓഫ് ഐ എന്ന് കൊടുത്താൽ പോരെ. ഐ 0 ആകുമ്പോൾ എന്ത് കിട്ടും? എസ് ഓഫ് 0 എന്ന് പറയുമ്പോൾ ഇപ്പൊ 1 2 3 ആണെങ്കിൽ 1 കിട്ടും. പിന്നെ ഐ 2 ആകുമ്പോൾ എസ് ഓഫ് 2 എന്ന് പറയുമ്പോൾ സോറി എസ് ഓഫ് 1 എന്ന് പറയുമ്പോൾ ഏത് കിട്ടും? 2 എന്ന് കിട്ടും അല്ലെ. അപ്പൊ അതിന്റെ എന്താ കാണേണ്ടത്? പവർ ആണ് കാണേണ്ടത്. അപ്പൊ എന്ത് കൊടുത്തു? സ്റ്റാർ സ്റ്റാർ ഡി എന്ന് കൊടുത്തു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ എസ് എന്ന് പറയുന്നത് ഇപ്പൊ എന്താ? സ്ട്രിങ് ആണ്. അപ്പം എസ് ഓഫ് ഐ എന്ന് കൊടുത്തെങ്കിൽ ഇപ്പൊ 123 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് പറയുന്നത് സ്ട്രിങ് ആയിട്ടായിരിക്കും കിട്ടുക. എനിക്ക് അവിടെ സ്ട്രിങ് അല്ല വേണ്ടേ. പവർ കാണണമെങ്കിൽ അത് എന്തായിരിക്കണം? ഒരു ഇന്റീജർ നമ്പർ ആയിരിക്കും. സോ ഈ എസ് ഓഫ് ഐ എന്ന് കൊടുക്കുന്നതിന് പകരം ഞാൻ എന്ത് കൊടുക്കണം? ഇന്റ് കൊടുക്കണ്ടേ. അതിന് ഞാൻ എന്ത് ചെയ്തു? ഇന്റീജറിലോട്ട് കൺവേർട്ട് ചെയ്തു. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പം ഈ എസ് ഓഫ് ഐ എന്ന് പറയുമ്പോൾ എസ് ഓഫ് ഐ ആദ്യം 123 ആണെങ്കിൽ ആദ്യം വരുന്ന 1 എന്തായിരിക്കും? ഒരു ഇന്റീജർ നമ്പർ ആയിരിക്കും. അപ്പം അതിന്റെ പവർ സ്റ്റാർ സ്റ്റാർ ഡി എന്ന് പറഞ്ഞെങ്കിൽ ആ 1 റേസ് ടു 3 അല്ലെ. അപ്പം 1 ക്യൂബ് കിട്ടും. അതെന്ത് ചെയ്യും? ആഡ് ചെയ്ത് പോകും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഐ പ്ലസ് ഈക്വൽ ടു 1 വൈൽ ലൂപ്പിന്റെ അപ്ഡേഷൻ കൊടുത്തു. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം അല്ലെ. ഇപ്പം കിട്ടിയ നമുക്ക് ലാസ്റ്റ് മൊത്തം ഇറ്ററേഷൻ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് സമ്മിൽ എന്തുണ്ടാവും? ഇതിന്റെ പവറിന്റെ സമ്മ് അതിലുണ്ടാവും. ഈ സം എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടാവും. അത് നമ്മൾ കൊടുത്ത നമ്പറുമായിട്ട് ഈക്വൽ ആണോ ചെക്ക് ചെയ്താൽ പോരെ. എങ്ങനെ ചെക്ക് ചെയ്യാം? ഈ സം അല്ലെ, സം എന്ന് പറയുന്നത് n ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അത് എന്ത് നമ്പർ ആയിരിക്കും? ആംസ്ട്രോങ് ആയിരിക്കും അല്ലെ. അല്ലെങ്കിലോ എൽസിൽ എന്ത് കൊടുക്കാം? അത് ആംസ്ട്രോങ് അല്ല. നോട്ട് ആംസ്ട്രോങ്. ഓക്കെ ആണോ? ഞാൻ നമ്പർ കൊടുക്കുകയാണ്. അത് ഞാൻ എന്ത് കൊടുത്തു? 123 എന്ന് കൊടുത്തു. അതെന്തല്ല? ആംസ്ട്രോങ് അല്ല, നോട്ട് ആംസ്ട്രോങ് എന്ന് വന്നു അല്ലെ. ഇനി ഞാൻ കൊടുക്കുന്നത് ഇപ്പൊ 153 ആണെങ്കിൽ അത് എന്തെന്നെയാ? ആംസ്ട്രോങ് നമ്പർ ആണ് ശരിക്കും. ഇപ്പൊ 153 കൊടുത്തു, എൻ്റർ അടിച്ചത് എന്താ? ആംസ്ട്രോങ് ആണ്. മനസ്സിലായോ? ഇങ്ങനെയല്ല ചെയ്തതെന്നല്ലേ പറഞ്ഞ? എന്ത് മെത്തേഡാ യൂസ് ചെയ്തേ? കമ്പയർ ചെയ്യാൻ ടഫാണ്. ഇതല്ലേ ഇപ്പൊ നല്ലത്? അപ്പൊ ഇത് നോട്ട് ചെയ്തോ. ഇത് ക്ലിയർ ആണോ? എക്സ്പ്ലെയിൻ ചെയ്യണോ ഒന്നുകൂടി? ചെയ്യണോ? ഓക്കെ, ഇവിടെ നോക്ക്. ഈ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഇവിടെ കൊടുക്കാണ് 123 തന്നെ കൊടുത്തു. 123 നമ്പറാണ്. എനിക്ക് ആംസ്ട്രോങ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എനിക്ക് എങ്ങനെ ആംസ്ട്രോങ് ആണോ നോക്കേണ്ടത്? 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കണം? 123നോട് ഈക്വൽ ആവണം. ആണെങ്കിൽ അത് എന്ത് നമ്പറാ? ആംസ്ട്രോങ് ആണ്. അല്ലെങ്കിൽ ആംസ്ട്രോങ് അല്ല. ആണല്ലോ. അപ്പൊ എനിക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഇതിൽ എത്ര ഡിജിറ്റ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം അല്ലെ. എത്ര ഡിജിറ്റ് ഉണ്ടോ അത്രയും പവർ ആണ് നമുക്ക് കാണേണ്ടത്. സോ എനിക്ക് എത്ര ഡിജിറ്റ് ഉണ്ട് എന്ന് കാണാൻ വേണ്ടി നമുക്ക് നമ്പറിൽ എന്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഈ ലെങ്ത് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഞാൻ എന്ത് ചെയ്തു? ഈ എന്ന് പറയുന്ന നമ്പറിനെ ആദ്യം സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്തു.
എന്ത് കൊടുത്തു? str ഓഫ് n കൊടുത്തു. അപ്പൊ ഈ നമ്പർ എന്തായി? ഇപ്പം സ്ട്രിങ് ആയി. സ്ട്രിങ് ആയ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എളുപ്പത്തിൽ അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാം. എന്ത് അപ്ലൈ ചെയ്താൽ മതി? len ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. സോ എന്ത് ചെയ്തു? d എന്ന് പറയുന്ന വേരിയബിളിൽ len ഓഫ് s എന്ന് കൊടുത്തപ്പം ഈ ഒരു നമ്പറിൽ എത്ര ഡിജിറ്റ് ഉണ്ടോ, നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇപ്പൊ ഏതിലുണ്ട്? d എന്ന് പറയുന്ന വേരിയബിൾ ആണല്ലോ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ആദ്യം 1 വരും. ഓക്കെ, നമുക്ക് ഓരോ ഇറ്ററേഷനിലും ഇപ്പൊ സ്ട്രിങ്ങിനകത്ത് 123 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്. അപ്പൊ എനിക്ക് ആദ്യം 1നെ മാത്രം എടുക്കണം, ആ 1ന്റെ ക്യൂബ് കാണണം അല്ലെ. അതിനുശേഷം എന്ത് ചെയ്യണം? 2നെ മാത്രം എടുക്കണം, 2ന്റെ ക്യൂബ് കണ്ടതിന് ശേഷം 1ന്റെ ക്യൂബിനോട് ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ എനിക്ക് ആദ്യം ആഡ് ചെയ്ത റിസൾട്ട് ഒന്നുമില്ല. അപ്പൊ ഞാൻ ആദ്യം സം ഈക്വൽ ടു എന്തായിട്ട് എടുത്തു? 0 ആയിട്ട് എടുത്തു. ഇനി ഈ 0ന്റെ കൂടെയാണ് നമ്മൾ ആഡ് ചെയ്ത് വരേണ്ടത്. എന്താ ആഡ് ചെയ്യണം? ആദ്യം 0ന്റെ കൂടെ 1 ക്യൂബ് ആഡ് ചെയ്യണം. ഇനി ആ 1 ക്യൂബ് ആഡ് ചെയ്ത റിസൾട്ട് ഏതിൽ സ്റ്റോർ ചെയ്യും? സമ്മിൽ സ്റ്റോർ ചെയ്യും. പിന്നെ എന്ത് ചെയ്യണം? അതിന്റെ കൂടെ 2 ക്യൂബ് ആഡ് ചെയ്യണം. അപ്പൊ അതിന്റെ കൂടെ 2 ക്യൂബ് ആഡ് ചെയ്ത റിസൾട്ട് ഏതിൽ സ്റ്റോർ ചെയ്യണം? സമ്മിൽ സ്റ്റോർ ചെയ്യണം. ക്ലിയർ ആവുന്നുണ്ടോ? ഇത് മനസ്സിലായിട്ടില്ല ഇപ്പൊ പറഞ്ഞത്? ഓക്കെ, അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്ത? ആദ്യം സം ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ഇനി ഈ ഒരു എസ് എന്ന് പറഞ്ഞ സ്ട്രിംഗ് അതായത് ഈ നമ്പറിന് 1 2 3 ഐറ്ററേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി എന്ത് കൊടുത്തു? ഇവിടെ വൈൽ ലൂപ്പ് യൂസ് ചെയ്തു. ഇൻഡെക്സ് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്തു? i ഈക്വൽ ടു 0 സ്റ്റാർട്ട് ചെയ്തു. വൈൽ i ലെസ് ദാൻ d, അതായത് ഇതിന് എത്ര ലെങ്ത് ഉണ്ടോ അല്ലെങ്കിൽ എത്ര നമ്പർ ഉണ്ടോ അത്രയും വരെ ലിസ്റ്റിനെ ട്രാവേഴ്സ് ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ ആ ഒരു സ്ട്രിങ്ങിനെ ട്രാവേഴ്സ് ചെയ്തിട്ട് ഓരോ എലമെന്റും കിട്ടണം. അതുകൊണ്ടാണ് എന്ത് കണ്ടീഷൻ കൊടുത്തത്? i ലെസ് ദാൻ d എന്ന് പറഞ്ഞു കൊടുത്തത്. ഓക്കെ ആണോ? d എന്ന് പറഞ്ഞപ്പോ നമുക്ക് എന്താ? 3 ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ലൂപ്പ് എത്ര പ്രാവശ്യം ഇറ്ററേറ്റ് ചെയ്യും? 0 മുതൽ 3 പ്രാവശ്യം, 2 പ്രാവശ്യം 0 1 2 3 പ്രാവശ്യം ഇറ്ററേറ്റ് ചെയ്യും. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 എലമെന്റും കിട്ടും. ഇനി എന്ത് ചെയ്യണം? സമ്മിന്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കണം അല്ലെ. അപ്പൊ എന്ത് കൊടുത്തു? സം ഈക്വൽ ടു സം പ്ലസ്. അപ്പൊ ആദ്യത്തെ ഇറ്ററേഷനിൽ നോക്കിയേ, സമ്മിന്റെ വാല്യൂ എന്താ? 0 ആണ് അല്ലെ. അപ്പൊ എന്ത് കിട്ടും? ഞാൻ ഇവിടെ കൊടുക്കാം 0 പ്ലസ്, ആദ്യത്തെ ഇറ്ററേഷനിൽ സമ്മിന്റെ വാല്യൂ 0 ആണ്, 0 പ്ലസ് സം എന്ത് തന്നെയാ? 0 ആണ് അല്ലെ. അപ്പൊ സം ഈക്വൽ ടു എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ മനസ്സിലാവും. സം ഈക്വൽ ടു ഞാൻ എന്താ പറയുന്നത്? സമ്മിന്റെ വാല്യൂ 0 പ്ലസ് ഇൻഡ് ഓഫ് എസ് ഓഫ് ഐ. എസ് ഓഫ് ഐ എന്ന് പറയുമ്പോൾ എസ്സിൽ എന്താ ഉള്ളത്? 1 2 3 ഒരു സ്ട്രിങ് ആയിട്ടാണ് ഉള്ളത്. അപ്പം എസ് ഓഫ് ഐ എന്ന് പറയുമ്പോൾ ഐ ആരാ? ഫസ്റ്റ് 0. അപ്പം എസ് ഓഫ് 0 എന്ന് പറയുമ്പോൾ ആര് വരും? 1 വരും. ഈ എസ് എന്ന് പറയുന്നതിൽ സ്ട്രിങ് ആണ് ഉള്ളത്. ഈ 1 2 3 എന്നല്ല, പകരം എന്തായിട്ട് അതിനകത്ത് ഉള്ളത്? സ്ട്രിങ് 1 2 3 എന്നാണ് ഉള്ളത് അല്ലെ. അപ്പൊ നമുക്ക് എസ് ഓഫ് ഐ എന്ന് കൊടുത്തെങ്കിൽ എനിക്ക് 1 എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിലല്ലേ കിട്ടുക? സ്ട്രിങ് 1 അല്ലേ കിട്ടുക അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ സ്ട്രിങ്ങിനെ ഇൻഡിജറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം 1നെ എടുക്കാൻ വേണ്ടിട്ട്. അതുകൊണ്ടാണ് എന്ത് കൊടുത്തത്? ഇൻഡ് ഓഫ് എസ് ഓഫ് ഐ എന്ന് കൊടുത്തത്. അപ്പൊ എനിക്ക് ആരെ കിട്ടും? 1നെ കിട്ടും. അതായത് 0ന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? 1. ജസ്റ്റ് 1 മാത്രം ആഡ് ചെയ്താൽ മതിയോ? 1 റേസ് ടു d അല്ലെ. അതായത് 1 ക്യൂബ് സ്റ്റാർ d എന്ന് പറയുന്നത് എന്താ? നമുക്ക് ലെങ്ത് കണ്ടുപിടിച്ച് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 3 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഈ സമ്മിന്റെ റിസൾട്ട് നമുക്ക് എന്ത് കിട്ടും? 0 പ്ലസ് 1 1 കിട്ടും അല്ലെ. ഇപ്പൊ സമ്മിൽ ആരാ ഉള്ളത്? 1 ആണ് ഉള്ളത്. ഇനി എന്താ പറയുന്ന? അടുത്ത ഇറ്ററേഷൻ ഐന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. അപ്പൊ ഐന്റെ വാല്യൂ എന്തായി? 2 ആയി. ഐന്റെ വാല്യൂ 2 ആവുന്ന സമയത്ത് നോക്കിയ സമ്മിൽ ഇപ്പൊ ആരാ ഉള്ളത്? 1 ആണ് ഉള്ളത് അല്ലെ. സമ്മിന്റെ വാല്യൂ ആദ്യം ചേഞ്ച് ചെയ്യാണ്. സം ഈക്വൽ ടു സം പ്ലസ്. സമ്മിൽ ഇപ്പൊ ആരുണ്ട് നോക്കിയേ? 1 ഉണ്ട്. അപ്പൊ എന്ത് കിട്ടും? 1 പ്ലസ് ഇനി ഇൻഡ് ഓഫ് എസ് ഓഫ് ഐ. എസ് ഓഫ് ഐ എന്ന് പറയുമ്പോ അതിലാരാ? അതിലിപ്പോ എത്ര ഉള്ളത്? 1 അല്ലെ. അപ്പൊ എന്താ? എസ് ഓഫ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത ആളെ കിട്ടും, 2നെ കിട്ടും. അപ്പൊ ഇൻഡ് ഓഫ് 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായി? അത് 2 സ്റ്റാർ 3 അല്ലെ. അപ്പൊ 2 സ്റ്റാർ 3 എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് എത്രയായിരിക്കും? 8 1 9 ആണല്ലോ അല്ലേ. ഓക്കെ, ഇനി അടുത്ത ഇറ്ററേഷനിൽ ഇതേപോലെ വരൂലേ. അപ്പൊ എസ് ഓഫ് ഐ എന്ന് പറയുമ്പോൾ ആരെ കിട്ടും? 3നെ കിട്ടും. ആ 3 ആരെ കൂടെ ആഡ് ചെയ്യും? 9ന്റെ കൂടെ ആഡ് ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യും? അപ്പൊ സമ്മിനകത്ത് എന്തുണ്ടാവും? ഈ 3 എണ്ണത്തിന്റെയും പവർ കണ്ട് സമ്മ് ചെയ്ത വാല്യൂ ഏതിലുണ്ടാവും? ലാസ്റ്റ് സം എന്ന് പറയുന്ന വേരിയബിളിൽ ഉണ്ടാവും. ആ സമ്മും നമ്മൾ കൊടുത്ത എന്നും ഈക്വൽ ആണോ ചെക്ക് ചെയ്താൽ പോരെ. ഞാൻ അതിനുകൊണ്ടാണ് ഇവിടെ if ഫംഗ്ഷൻ കൊടുത്തതല്ല, if കൊടുത്തിട്ടുള്ളത്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തത് if. ഇപ്പൊ നമുക്ക് കിട്ടിയ സമ്മും നമ്മൾ ആദ്യം കൊടുത്ത നമ്പറും ഈ nth നമ്പറും ഈക്വൽ ആണോ എന്ന് നോക്കി. അത് ആണെങ്കിൽ അത് എന്തായിരിക്കും? ആംസ്ട്രോങ് ആയിരിക്കും, അല്ലെങ്കിൽ ആംസ്ട്രോങ് ആയിരിക്കില്ല. മനസ്സിലായോ? ഓക്കെ, എന്നാ അതൊന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കി.
ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സ്ട്രിങ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ട്രിങ് പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. എന്താ പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ? ആ വാക്ക് തിരിച്ചിട്ടാൽ അത് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ചെയ്തോ. ശരി. ഫുൾ സ്ക്രീനിലിട്ട് വായിച്ചാം. ഇനി ചെയ്. മറന്നുപോയി. എങ്ങനെയാ നോക്കുക പാലിൻഡ്രോം ആണോന്ന്? പാലിൻഡ്രോം ആവാനുള്ള കണ്ടീഷൻ എന്താ? ഒരു സ്ട്രിങ്ങിന് നേരെ റിവേഴ്സ് ആയാലും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലേ? അപ്പൊ നമുക്കൊരു സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യുന്ന എങ്ങനെയാ? സ്ലൈസിങ് എന്തായിരുന്നു? ഡോട്ട് റിവേഴ്സ്. ഡോട്ട് റിവേഴ്സ് ആണ്. സ്ലൈസിങ് എന്തായിരുന്നു? ഡോട്ട് റിവേഴ്സിന് ഒരു ഫംഗ്ഷൻ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. സ്ലൈസിങ് എന്തായിരുന്നു? ഒരു ലിസ്റ്റ് കൊടുക്ക്, അല്ലെങ്കിൽ ഒരു സ്ട്രിങ് കൊടുത്തോ. എ ഈക്വൽ ടു എന്തെങ്കിലും ഒരു സ്ട്രിങ് കൊടുക്കാം. എസ് ഈക്വൽ ടു എന്തെങ്കിലും ഒരു പേരോ എന്തെങ്കിലും കൊടുക്കുക. ഓക്കെ, എനിക്ക് ഇതിൽ നിന്ന് എ മുതൽ എ കെ ബി ഇത്രയും ക്യാരക്ടർ മാത്രം പ്രിന്റ് ചെയ്യിക്കണം, അല്ലെങ്കിൽ മാത്രം കിട്ടണം. എന്ത് ചെയ്യണം? പ്രിന്റ് എ ഓഫ് എസ് ആണല്ലേ? എസ് ഓഫ് പ്രിന്റിന്റെ ബ്രാക്കറ്റ് കൊടുക്ക്. എസ് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം? 1 മുതൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? ഒന്നാമത്തെ ഇൻഡെക്സ് നമ്പർ മുതൽ ഫസ്റ്റ് ആളെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ എന്ത് കൊടുക്കണം? കോളൻ. കഴിഞ്ഞോ? നമുക്ക് അക്ബർ മൊത്തം വേണ്ട, എ കെ ബി മാത്രം മതി. ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്തിൽ സ്റ്റാർട്ട് ചെയ്യണ്ട? 0 കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? വന്നില്ലേ? ഇനി ഞാൻ പറയാണ്, എനിക്ക് ഇതിന്റെ ലാസ്റ്റ് മുതൽ, അതായത് 6 മുതൽ അല്ലെങ്കിൽ എ മുതൽ ഫുള്ള് വരണം, അക്ബറിന്ന് ഫുള്ള് വരണം. അപ്പൊ എന്ത് ചെയ്യണം? എ മുതൽ എ കെ ബി എ 6 വരെ വരണം. അപ്പൊ എന്താ ചെയ്യണ്ടേ? 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോ 0 കൊടുക്കണോ? ഒരു സ്റ്റാർട്ടിംഗ് വാല്യൂം കൊടുക്കണ്ട, എൻഡിങ് വാല്യൂം കൊടുക്കണ്ട. അപ്പൊ എന്തോ ഒരു സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ വരും അല്ലേ? ആണോ? ഇനി ഓൾട്ടർനേറ്റീവ് വരണമെങ്കിലോ, അതായത് എ ബി ആർ. ഫസ്റ്റ് വാല്യൂ വേണ്ട, ലാസ്റ്റ് വാല്യൂ വേണ്ട, പക്ഷെ എന്ത് വേണം? സ്റ്റെപ്പ് വാല്യൂ വേണം. സ്റ്റെപ്പ് വാല്യൂ എന്ത് കൊടുക്കേണ്ടി വരും? 2 കൊടുക്കണം. ഓക്കെ അല്ലേ? ഇനി ഞാൻ പറയണം, എനിക്ക് ആർ ടു എ റിവേഴ്സ് ഓർഡറിൽ വരണം. അതായത് അവസാനത്തെ എലമെന്റ് മുതൽ ആദ്യത്തെ എലമെന്റ് വരെ വേണം, പക്ഷെ അത് റിവേഴ്സ് ഓർഡർ ആയിരിക്കണം. അപ്പൊ എന്ത് കൊടുത്താൽ മതി? സ്റ്റാർട്ടിംഗ് വാല്യൂ വേണ്ട, എൻഡിങ് വാല്യൂ വേണ്ട, പക്ഷെ എന്ത് കൊടുക്കണം? സ്റ്റെപ്പ് വാല്യൂ എന്ത് കൊടുക്കണം? -1 കൊടുക്കണം അല്ലേ? അപ്പൊ ഇതറിയാലോ.
ഇനിയിപ്പോ നമുക്ക് ഒരു സ്ട്രിങ് കിട്ടി ഇങ്ങനെ റിവേഴ്സ് ചെയ്യാൻ അറിയാലോ, എന്തിനാ മതി, സ്ലൈസിങ് യൂസ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞത് ഇനി ഒരു സ്ട്രിങ് പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? ആ ഒരു സ്ട്രിങ്ങും അതിന്റെ റിവേഴ്സ് ചെയ്തത് എന്താണോ നോക്കിയാൽ മതി, ഈക്വൽ ആണോ നോക്കിയാ പോരെ. ചെയ്ത് നോക്ക്. ലൂപ്പ് ഒന്നും യൂസ് ചെയ്യണ്ട. ആ സജഷൻ വരുന്നത് ഓഫ് ചെയ്യട്ടോ, അല്ലെങ്കിൽ ഒന്നും നമ്മൾ പഠിക്കൂല, അതന്നെ ഇങ്ങനെ എൻ്റർ അടിച്ച് വിടും. ഇപ്പൊ അത് എൻ്റർ അടിക്കണ്ട, തെറ്റാണ്. എന്താ ഓഫ് ചെയ്യാൻ വേണ്ടിട്ട് ഫയലിനകത്ത് പോയാ നോക്കട്ടെ. ഫയൽ എടുക്ക്. ആ 3 ഇത് കണ്ടോ, 3 ഡോട്ട് ഏറ്റവും മേലെ സാമ്പിളിന്റെ സൈഡ്, ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റ്. എടാ 4 ലൈൻ കണ്ടോ? അതല്ല, അപ്പൊ ഏറ്റവും മേലെ പ്രൊജക്ടിന്റെ മേലെ അത് ക്ലിക്ക് ചെയ്. ഫയലിനകത്ത് സെറ്റിങ്സ് എടുത്തേ. ഒരു മിനിറ്റ്. അതെന്താ ക്യാൻസൽ അടിക്കും? ഒരു മിനിറ്റ് പറയട്ടെ, നോക്കട്ടെ. അൺലോക്ക് കൊടുത്തേ നീ. പാസ്വേഡ് എന്താ? അതിൽ എഡിറ്റർ എടുക്ക്. എഡിറ്റർ അത് താഴെ കുറച്ച് താഴത്തോട്ട് നോക്ക്. അതിനകത്ത് ആ ഹിന്റ് എടുത്ത് കോപ്പിറൈറ്റിന് താഴെ ഹിന്റ് എന്നിട്ടൊരു സാധനമില്ലേ? ആ കോഡ് എഡിറ്റർ എടുക്ക്. എഡിറ്ററിന്റെ അകത്ത് ജനറലിൽ പോയ ജനറൽ എടുത്തേ. അതിനകത്ത് ഓപ്ഷൻ ഒന്നുമില്ല അല്ലേ? ഈ ജനറലിന് താഴെ ഒരു ആരോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തേ. നമ്മൾ എഡിറ്ററിന്റെ താഴെ ഒരു ജനറൽ ഇല്ലേ? ഒന്ന് സ്ക്രോൾ ചെയ്തേ മേലോട്ട്. ഹിന്റ് ഒന്നുമില്ല. ആ കോഡ് കംപ്ലീഷൻ എടുത്ത് ആ ജനറലിനകത്ത് തന്നെ ഒരു കോഡ് കംപ്ലീഷൻ ഒരു ഓപ്ഷൻ എത്താ. അതിനകത്തില്ല അല്ലേ? ഇൻലൈൻ കംപ്ലീഷൻ എടുത്ത് നോക്കിയേ. അത് ഡിസേബിൾ മൾട്ടി ലൈൻ സജഷൻ ഒന്ന് എനേബിൾ ചെയ്തു. ഡിസേബിൾ ചെയ്തല്ലോ. മതി. ഇനി ഒന്ന് ഓക്കെ കൊടുത്ത് നോക്ക്. ഫുൾ ലൈൻ കംപ്ലീഷൻ സജഷനോ? അതൊന്ന് അൺടിക്ക് ചെയ്ത് കൊടുത്ത് നോക്ക്. അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഓക്കെ കൊടുത്ത് നോക്കിയേ, നോക്കട്ടെ. ഇനി ഒന്നുകൂടി കൊടുക്ക്. ആ മേലെ വെച്ചൊന്ന് എൻ്റർ ചെയ്തേ. റേസ് കാർന്ന് കൊടുത്തിട്ട് നേരത്തെ കൊടുത്തതുപോലെ വെച്ചൊന്ന് എൻ്റർ ചെയ്യും. പോയില്ലേ? ഒന്ന് വയലിനടിച്ച് ബാക്കി താഴത്തോട്ട് സജഷൻ വരുന്നുണ്ടോ നോക്കട്ടെ. അങ്ങനത്തെ അത് വരുന്നുണ്ടല്ലോ. ഓക്കെ. കളഞ്ഞ ചെയ്തു. എന്നിട്ട് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സിറ്റി വൈസ് ആണ് ഗ്രൂപ്പ് വൈസ് ചെയ്യട്ടെ. അത് പാലിൻഡ്രോം ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്.
പാലിൻഡ്രോം ആണെങ്കിൽ ഇപ്പം കൊടുത്ത എസും അതിന്റെ റിവേഴ്സും സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. പ്രിന്റിന് മുന്നേ അത് ചെക്ക് ഈക്വൽ ആണോ എന്ന് എങ്ങനെയാ ചെക്ക് ചെയ്യുക? ഇത് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യും. ഇഫ് എന്തായിരിക്കണം? എസ് ഈക്വൽ ടു എന്തായിരിക്കണം? എസ് ഓഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, കോളൻ, ഫസ്റ്റ് നെയിം വേണ്ട, ലാസ്റ്റ് നെയിം വേണ്ട, സ്റ്റെപ്പ് വാല്യൂ -1 ആണെങ്കിൽ അതെന്താ അല്ലേ? സെമിക്കോളൻ ആണോ കോളൻ ആണോ കൊടുത്തത്? ആണെങ്കിൽ അതെന്തായിരിക്കും? പാലിൻഡ്രോം ആയിരിക്കും, അല്ലെങ്കിൽ പാലിൻഡ്രോം അല്ല. പ്രിന്റ് എവിടെ? എങ്ങനെയാണ് സം ഓഫ് സാലറി കാണേണ്ടത്? ഗ്രൂപ്പ് ബൈ സിറ്റി, സിറ്റി വൈസ് ഗ്രൂപ്പ് ചെയ്തിട്ട് വേണം സം ഓഫ് സാലറി കണ്ടുപിടിക്കാൻ. അപ്പൊ ഗ്രൂപ്പ് ബൈ സിറ്റി, ഡെസ്റ്റിനേഷൻ വൈസ് ഗ്രൂപ്പ് ബൈ ഡെസ്റ്റിനേഷൻ. അതെന്തല്ല? പാലിൻഡ്രോം അല്ല. ആ ഒരു സ്പേസ് കളഞ്ഞ്, എന്നാലും അല്ലല്ലോ. അല്ല അല്ല, വേറെ എന്തെങ്കിലും കൊടുക്ക്, മലയാളം നാറ്റം കൊടുക്ക്. ഇപ്പം പാലിൻഡ്രോം ആയല്ലേ? അല്ല, ഞാൻ കൊടുത്ത പാലിൻഡ്രോമാ. നോട്ട് പാലിൻഡ്രോം കാണിക്കുന്നു. റൺ ചെയ്ത് RACECAR പാലിൻഡ്രോം ആണല്ലോ. ക്യാപിറ്റൽ കൊടുത്തോണ്ട, കേസ് സെൻസിറ്റീവ് ആണ്. അത് ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി എൻ്റർ ചെയ്യുന്ന ഒരു നമ്പർ പെർഫെക്റ്റ് നമ്പർ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. എന്താ പെർഫെക്റ്റ് നമ്പർ എന്ന് പറഞ്ഞാ? അതിനെ പൂർണ്ണമായും ഡിവൈഡ് ചെയ്യുന്ന സംഖ്യകൾ ചേർന്നാൽ ആ സംഖ്യയായ ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ, അതിനെ പൂർണ്ണമായും ഡിവൈഡ് ചെയ്യുന്ന സംഖ്യകളെ ആഡ് ചെയ്ത ആ സംഖ്യനെ കിട്ടിയാണ് പുറപ്പെടുന്നത്. അതിന്റെ ഫാക്ടേഴ്സിന്റെ സമ്മ് എന്ന് പറയുന്നത് അതേ ഇത് എന്താ പറയാ സംഖ്യ ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? എന്ത് പറയാം? അപ്പൊ ചെയ്ത് നോക്കിക്കോ. ഇപ്പൊ ഒരു എക്സാമ്പിൾ എന്താ പറയാ, ഇപ്പൊ 6 ഒരു പെർഫെക്റ്റ് നമ്പർ ആണോന്ന് എങ്ങനെ നോക്കിയാ? 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 2ഉം 1ഉം 2ഉം 3ഉം അല്ലേ? ഇപ്പൊ 1 + 2 + 3 എന്ന് പറയുന്നത് എന്ത് തന്നെയാ? 6 തന്നെയാ. അതുകൊണ്ട് 6 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് നമ്പർ ആണ്. അപ്പൊ ഒരു നമ്പർ പെർഫെക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. ഇത് കമന്റ് ചെയ്തിട്ടോ കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഒരു നമ്പറിന്റെ ഫാക്ടർ കണ്ടുപിടിക്കാൻ അറിയണം. ഫാക്ടർ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ സമ്മ് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ആ സമ്മ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്പറുമായിട്ട് എന്ത് ചെയ്യണം? ഇക്വേറ്റ് ചെയ്ത് നോക്കണം. അത് ഈക്വൽ ആണെങ്കിൽ അത് എന്തായിരിക്കും? പെർഫെക്റ്റ് നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ അല്ല. ചെയ്യാൻ പറ്റൂലേ? സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഹെൽപ്പ് ചെയ്യാം. എങ്ങനെ ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് എങ്ങനെയാ കണ്ടുപിടിക്കുക? 1 മുതൽ ആ നമ്പർ വരിയിലെ നമ്പേഴ്സിനെ കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് നോക്കണം നമ്പറിന്, അല്ലേ? അതിൽ ഏതൊക്കെ നമ്പേഴ്സിനെ കൊണ്ടാണോ ഫുള്ളി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അതൊക്കെ എന്തായിരിക്കും? അതിന്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ ആ നമ്പർ വലിയ നമ്പേഴ്സ് നമുക്ക് കിട്ടണ്ടേ? അതിനു വേണ്ടി ഏതെങ്കിലും ഒരു ലൂപ്പ് വേണ്ടേ?
ഇപ്പൊ 24 ഒരു ഫാക്ടർ ആണല്ല, എന്താ പെർഫെക്റ്റ് നമ്പർ ആണോ നോക്കാൻ 24ന് എന്ത് ചെയ്യണം, അതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. എങ്ങനെ 1 മുതൽ 23 വരെയുള്ള നമ്പേഴ്സിനെ കൊണ്ട് എന്ത് ചെയ്തേക്കാം, ഡിവൈഡ് ചെയ്ത് വെക്കുക. കാരണം എന്താ വെച്ചാൽ 24 വേണ്ട. ഇപ്പൊ 6 ഒരു എന്താ പെർഫെക്റ്റ് നമ്പർ ആണോ എന്ന് അറിയാൻ വേണ്ടിട്ട് 1 + 2 + 3 + 6 ചെയ്യരുത്. 6 ഒഴിവാക്കിയിട്ട് 1 + 2 + 3 മാത്രമേ ചെയ്യണ്ടൂ. മനസ്സിലായോ? അപ്പൊ വൈൽ ലെസ് ദാൻ മതി കൊടുത്തത് അല്ലെ, ഈക്വൽ ടു ഒരിക്കലും കൊടുക്കരുത്. ലെസ് ദാൻ 24. അതുവരെ അതിനെ കൊണ്ട് ആരെ ഡിവൈഡ് ചെയ്ത് നോക്കണം, 6നെ ഡിവൈഡ് ചെയ്ത് നോക്കണം. R mod I ആണോ I mod R ആണോ? 6നല്ലേ ഹരിക്കണ്ടേ, 24നല്ലേ ഹരിക്കണ്ടേ? റിമൈൻഡർ 0 ആണെങ്കിൽ അത് അതിനെ ഫുൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് അതിന്റെ ഫാക്ടർ ആണ്. ഇഫിന് കോളൻ എവിടെ? ഫാക്ടർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, സമ്മും കൂടി കാണണ്ടേ. അപ്പൊ ആദ്യം സമ്മിന് ഒരു എന്തെങ്കിലും വാല്യൂ അല്ല വേരിയബിൾ യൂസ് ചെയ്തിട്ട് 0 കൊടുത്തോ? ആദ്യം നമുക്ക് സമ്മ അറിയില്ല, ഞാൻ 0 കൊടുത്തു. ഓരോ ഫാക്ടർ കാണുമ്പോഴും ആ ഫാക്ടർ എന്തിന്റെ കൂടെ ആഡ് ചെയ്യണം, ഈ സമ്മിന്റെ കൂടെ ആഡ് ചെയ്യണം അല്ലെ. ഇനി എന്ത് ചെക്ക് ചെയ്യാം? ഓക്കെ, ഇനി ലാസ്റ്റ് ഇപ്പൊ കിട്ടിയ സമ്മും നമ്മളെ നമ്പറും ഈക്വൽ ആണോ നോക്കിയാൽ മതി. ആണെങ്കിൽ അത് എന്തായിരിക്കും, ഒരു പെർഫെക്റ്റ് നമ്പർ ആണ്, അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് നമ്പർ അല്ല. നോക്കുവാണെങ്കിൽ ഇവിടെ കൊച്ചി എന്ന് പറയുന്ന ആ ഒരു സിറ്റിയിൽ തന്നെ ഡെസിഗ്നേഷൻ SSCയും വരുന്നുണ്ട്, ഡെസിഗ്നേഷൻ SCയും വരും. കൊച്ചിയിൽ തന്നെ ഡെസിഗ്നേഷൻ SSCയും വരുന്നുണ്ട്, ഡെസിഗ്നേഷൻ SCയും വരുന്നുണ്ട്. ട്രിവാൻഡ്രത്തിനെ സംബന്ധിച്ച് 2 SC ആണ്, കൊല്ലത്തിനെ സംബന്ധിച്ച് S ആണ്. ഇതാണ് ഞാൻ ഗ്രൂപ്പായി ചെയ്തത്. ഒരു കോളത്തിന്റെ ബേസിലല്ല, ഡെസിഗ്നേഷന്റെയും സിറ്റിയുടെയും ബേസിലാണ് ഗ്രൂപ്പായി ചെയ്തത്. അപ്പൊ എനിക്ക് ആദ്യം സിറ്റി ഒരു കൊച്ചി വരും, ഡെസിഗ്നേഷൻ SSC വരും. വീണ്ടും അടുത്തത് സിറ്റി കൊച്ചി വരും, ഡെസിഗ്നേഷൻ SE വരും. രണ്ട് വട്ടം കൊച്ചി വരും. അതിന്റെ സംഭവ സാലറി എന്താണെന്ന് വെച്ചാൽ അത് കാണും. അതേപോലെ ട്രിവാൻഡ്രത്തിന്റെ SC ആണ്, അപ്പൊ അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ട്രിവാൻഡ്രം SC വരും, കൊല്ലം S വരും. ഈ ഒരു രീതിക്ക് നമുക്ക് എന്ത് ചെയ്യണം, 2 ഡാറ്റ വെച്ചിട്ട് ഗ്രൂപ്പായി ചെയ്യണം. ഒപ്പം തന്നെ ഓർഡർ ബൈ ചെയ്യണം. സെലക്ട് സിറ്റി ഡെസിഗ്നേഷൻ കൊടുക്കുന്നു, സിറ്റിയുടെ ഡെസിഗ്നേഷനെ വേണം. ഒപ്പം തന്നെ സം ഓഫ് സാലറി കാരണം ഇനി പെർഫെക്റ്റ് നമ്പർ ആയ ഒരു എക്സാമ്പിൾ കൊടുക്ക്, 6 കൊടുത്തോക്ക്. സം ഓഫ് സാലറി ആസ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. നോട്ടാണോ വരുന്നത്? ഇവിടെ 6 എന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അപ്പൊ മാറ്റണ്ടേ? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഇനി ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തേ. ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഫാക്ടോറിയൽ കൂടി കണ്ടിട്ട് അത് ചെയ്യാം. ഇനിയിപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫാക്ടോറിയൽ ചെയ്തോ. ഒരു നമ്പർ ഞാൻ എൻ്റർ ചെയ്തു, ഇപ്പൊ 5 എൻ്റർ ചെയ്തെങ്കിൽ 5ന്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം. 5 ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം. എന്താ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ? അത് ഫാക്ടർ, ഇത് ഫാക്ടോറിയൽ. അതായത് ഇപ്പം 1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താ, 1 തന്നെയാണ്. 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 2 × 1. ഓക്കെ,
3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 3 × 2 × 1. മനസ്സിലായോ? 4 ഫാക്ടോറിയൽ എന്ന് പറയുന്നതോ 4 × 3 × 2 × 1. മനസ്സിലായോ അപ്പൊ എന്താ ഫാക്ടോറിയൽ എന്നുള്ളത്? ഓക്കെ, അപ്പൊ ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം. വൈൽ ലൂപ്പ് വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഫാക്ടോറിയലിൽ എല്ലാ നമ്പറും കാണും. ഞാൻ പറയുന്ന നമ്പറിന്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം. ഇപ്പൊ 5 ആണ് പറയുന്നെങ്കിൽ 5 × 4 × 2 × 3 × 1 ആണ് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. അതാണ് അതിന്റെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഒരു കാര്യം നോട്ട് ചെയ്ത് നോക്കണം, എന്താ 1ന്റെ ഫാക്ടോറിയൽ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. സിറ്റിയുടെയും ബേസില് ആവറേജ് സാലറി തന്നെ. ജെൻഡറിന്റെയും സിറ്റിയുടെയും ബേസില് ആവറേജ് സാലറി. അപ്പൊ AVG എന്നാണ് ഫംഗ്ഷൻ കൊടുക്കേണ്ടത്. ലെസ് ദാൻ ബി മതിയോ? ഇപ്പൊ ഞാൻ ബി കൊടുക്കുന്നത് 5 ആണെങ്കിൽ 4 × 3 × 2 × 1 അല്ല, 5 × 4 × 2 × 3 × 1 ആണ്. അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വേണ്ടേ? 5നെ കൂടി ഇൻറ്റു ചെയ്യണ്ടേ? ഇനി ഏതിന്റെ കൂടെ ഇൻറ്റു ചെയ്യണ്ടേ? ഇപ്പൊ നമുക്ക് സം ആണെങ്കിൽ ആദ്യം സം ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് അസൈൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് എന്താ കാണണ്ടേ? മൾട്ടിപ്ലിക്കേഷൻ ആണ് കാണേണ്ടത് അല്ലേ? അപ്പൊ ആദ്യം നമുക്ക് ഫാക്ടോറിയൽ എത്രയാണെന്ന് അറിയാത്തൊരു കേസിൽ ഫാക്ട് ഈക്വൽ ടു 0 വെച്ച് അസൈൻ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ കൊടുത്താൽ എന്താ പ്രശ്നം? 0ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? 0 ആണ് കിട്ടാൻ പോകുന്നത് അല്ലേ? അപ്പൊ ഒരിക്കലും 0 വെച്ച് കൊടുക്കാൻ പാടില്ല. പകരം എന്ത് ചെയ്യാം? നമുക്കറിയാം 1ന്റെ ഫാക്ടോറിയൽ 1 ആണെന്ന് അറിയാം അല്ലെ? അപ്പൊ എന്ത് ചെയ്യാ? അതിന് മുന്നേ ഏതെങ്കിലും ഒരു വേരിയബിൾ ഫാക്ട് ഈക്വൽ ടു എന്നോ ഫാക്ടോറിയൽ ഈക്വൽ ടു എന്നോ 1 വേണ്ടി ആദ്യം അസൈൻ ചെയ്ത് കൊടുക്കും. ഇനി എന്ത് ചെയ്താൽ മതി? ഈ ഐയിലോട്ട് ഓരോ വാല്യൂ വരുന്നതിനനുസരിച്ച് ഈ ഫാക്ടിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ പോരെ? ഏത് വരെ? ആദ്യം 1ന്റെ കൂടെ 1 ഇൻറ്റു ചെയ്യണം, പിന്നെ 2, 3, 4, 5 അങ്ങനെ ഏത് വരെ? ബി വരെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. എന്ത് കൊടുക്കുക? ഫാക്ട് ഈക്വൽ ടു ഫാക്ട് സ്റ്റാർ എന്ന് കൊടുത്താ പോരെ? മനസ്സിലാവുന്നുണ്ടോ? ഇനി ഐന്റെ വാല്യൂ എന്ത് ചെയ്യണം? ഓരോ പ്രാവശ്യം ഇൻക്രിമെന്റ് ചെയ്യണം. ആദ്യം ഐന്റെ വാല്യൂ 1 ആയിരിക്കും, പിന്നെ 2 ആവണം, 3 ആവണം, അങ്ങനെ ഏത് വരെ പോണം? ബി വരെ പോണം അല്ലേ? ലാസ്റ്റ് ആരെ പ്രിന്റ് ചെയ്യിച്ചു നോക്കാം? ഫാക്ടിനെ പ്രിന്റ് ചെയ്യുക. ഫാക്ടിൽ ലാസ്റ്റ് ആരുണ്ടാവും? നമ്മുടെ ആ ഒരു ബി എന്നുള്ള നമ്പർ എന്താണോ എൻ്റർ ചെയ്തത് അതിന്റെ ഫാക്ടോറിയൽ ആ ഒരു ബിന്റെ അകത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ഫാക്ടിനകത്ത് ഉണ്ടാവും. 5 കൊടുക്ക്. എന്ത് വന്നു? 120 വന്നു. ക്ലിയർ ആണോ? അത് എക്സ്പ്ലെയിൻ ചെയ്യണോ ഒന്നുകൂടി? ഓക്കെ ആണ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ഒരു ലിസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തേ. അതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ്സ് എലമെന്റും ഉണ്ടാവണം കേട്ടോ. അങ്ങനെയൊന്നും കൊടുക്കട്ടെ, ചെറിയ ചെറിയ നമ്പേഴ്സ് കൊടുക്ക്. ഞാൻ പറയാം, അത് കൊടുത്താ മതി. ഇതിപ്പോ ഡ്യൂപ്ലിക്കേറ്റ്സ് ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. ആ 4 to 5 എന്ന് കൊടുക്കണം, 4 മാത്രം കൊടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ്സ് വരുന്നുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. എനിക്ക് ഈ ഒരു ലിസ്റ്റ് വെച്ചൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇതിനകത്ത്
ക്യാരക്ടർ ഫ്രീക്വൻസി കണ്ടിട്ട് വേണം ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാൻ. അതായത് ഡിക്ഷണറിത്തെ കീ എന്ന് പറയുന്നത് ഇപ്പൊ 5 ആണെങ്കിൽ ഫസ്റ്റ് എന്ത് കൊടുക്കാം, ഒന്നാമത്തെ കീ എന്ന് പറയുന്നത് 5 ആണ്. അതിന്റെ എലമെന്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് എത്ര പ്രാവശ്യം 5 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്. മനസ്സിലായോ? ഇത് വെച്ചൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാണ്. ഡിക്ഷണറിന്റെ കീ എന്ന് പറയുന്നത് ഈ ലിസ്റ്റത്തെ ഓരോ എലമെന്റും, വാല്യൂ എന്ന് പറയുന്നത് ആ ഒരു എലമെന്റ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? ആ ചെയ്യാൻ പറ്റുമോ നോക്ക്. കൊച്ചിനെ വരും ട്രിവാൻഡ്രത്തിന്റെ ആണെങ്കിൽ ഇല്ല. കിട്ടുന്നുണ്ടോ? ഇല്ല. ആദ്യം ഒരു എം ടി ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യും. ഞാനൊരു ക്ലൂ തരാ ചെയ്യാൻ. ആദ്യം ഒരു എം ടി ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ആ ലിസ്റ്റിലൂടെ ട്രാവേഴ്സ് ചെയ്യാം. നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത ലിസ്റ്റിലൂടെ ട്രാവേഴ്സ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? ലിസ്റ്റത്തെ ഓരോ എലമെന്റിനായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പം അങ്ങനെ ആക്സസ് ചെയ്ത ആ ഒരു എലമെന്റ് ഇപ്പം ക്രിയേറ്റ് ചെയ്ത ഡിക്ഷണറിക്കകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ? ഓൾറെഡി ഡിക്ഷണറിക്കകത്ത് ആ വാല്യൂ ഉണ്ടെങ്കിൽ എനിക്ക് ഈ വാല്യൂ പെയർ ആയിട്ടിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പൊ അതിന്റെ വാല്യൂവിനോട് എന്ത് ചെയ്യാ? ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിനകത്ത് ഇല്ലെങ്കിലോ ആ ഒരു വാല്യൂ ഡിക്ഷണറിക്കകത്ത് പുതിയൊരു എലമെന്റ് ആയിട്ട് ആഡ് ചെയ്യുക. അതിന്റെ വാല്യൂ എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. മനസ്സിലായോ? മനസ്സിലായോ? ആ മനസ്സിലായി, പക്ഷെ ചെയ്യാൻ കുറെ സമയം എടുക്കും. കുറച്ച് സമയം എടുത്തോ, ചെയ്ത് നോക്ക്, ആലോചിച്ച് ചെയ്. ഉം.
ഡിക്ഷണറിക്കകത്ത് ആഡ് ചെയ്യുന്നതാണോ കണ്ടത്? ഡിക്ഷണറിക്കകത്ത് ആഡ് ചെയ്യാനാണോ ആഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തത് ഇപ്പോ? ആഡ് ഫംഗ്ഷൻ ഏതിൽ കൊടുക്കേണ്ടതാ? ഏതിന്റെ ഫംഗ്ഷനാ? സെറ്റിന്റെ ആണ്. ഇപ്പൊ നോക്ക്, ഫോർ ഐ ഇൻ ലിസ്റ്റ് എന്ന് കൊടുത്തപ്പം ഐയിലോട്ട് ലിസ്റ്റത്തെ ഓരോ എലമെന്റ് ആയിട്ട് വരും. ആദ്യം 5 വരും, 4 വരും, 2 വരും, അല്ലേ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആ ആ ഒരു 5 എന്ന് വരുന്ന സമയത്ത് അത് ഡിക്ഷണറിത്തെ ഒരു എലമെന്റ് ആണോ എന്ന് നോക്കണം. എങ്ങനെ നോക്കും? നമുക്ക് എന്തുണ്ട്? മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ ഉണ്ട്, അല്ലെ? അപ്പൊ എന്ത് ചെക്ക് ചെയ്യാ? ഇഫ് ഐ ഇൻ എസ്സിൽ ഉണ്ടോ നോക്കിയാ പോരെ? ആ കൊടുക്ക് ആ കൊടുക്ക് ഇഫ് ആ എസ് അവിടെ നിന്ന് കളയും. ആ എസ് ഡോട്ട് അയ്യോ അതെന്താ? അല്ല ഇപ്പൊ പുതിയ ഇഫ് ഐ എന്ന് പറയുന്നത് എസ്സിൽ ഉണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓൾറെഡി ഉള്ളതിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം, അല്ലെ? എന്ത് കൊടുക്കുക? എസ് ഓഫ് ഐ എന്ന് പറയുന്നത് ഒന്ന് കൂട്ടിക്കൊടുക്കുക. എസ് ഓഫ് ഐ പ്ലസ് ഈക്വൽ ടു 1 കൊടുക്കുക. എസ് ഓഫ് ഐ ഏത് ബ്രാക്കറ്റ്? പ്ലസ് ഈക്വൽ ടു 1. അതായത് ഓൾറെഡി ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്ത് ചെയ്യണം? ഒന്ന് കൂട്ടുക വേണ്ടത്. കീ എന്ന് പറയുന്നത് എന്താ? ഐ ആണ്, അല്ലെ? ആ 1. ഇനി ആ ഡിക്ഷണറിക്കകത്ത് എലമെന്റ് ഇല്ല. ഓൾറെഡി ഇനിയിപ്പോ വന്ന ഐ, അതായത് 5 എന്ന് പറയുന്ന വാല്യൂ ഡിക്ഷണറിക്കകത്ത് ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? പുതിയതായിട്ട് ആ ഒരു വാല്യൂ ആഡ് ആവണം. അതിന്റെ വാല്യൂ ആയിട്ട് എന്ത് സോറി, പുതിയതായിട്ട് ഐ എന്ന് പറയുന്ന കീ ആഡ് ചെയ്യണം. ആ കീന്റെ വാല്യൂ ആയിട്ട് ആര് വരണം? 1 വരണം, അല്ലെ? അപ്പൊ എൽസില് എങ്ങനെ ആഡ് ചെയ്യും? ഡിക്ഷണറിക്കകത്ത് വാല്യൂ എൽസിൽ കൊടുക്കുക. എൽസ് എങ്ങനെയാ ഡിക്ഷണറിക്കകത്തോട്ട് വാല്യൂ ആഡ് ചെയ്യുക? എസ് ഓഫ് ഐ ഈക്വൽ ടു 1 കൊടുത്താൽ മതി. അപ്പം ഐ എന്ന് പറയുന്ന ഒരു കീയും അതിന്റെ വാല്യൂ ആയിട്ട് 1 ആഡ് ആയിക്കോളും. ഈക്വൽ ടു 1, അല്ലേ? മനസ്സിലായോ? അത്രയും. ആ അതിന് ലാസ്റ്റ് എസിനെ പ്രിന്റ് ചെയ്യിച്ചൊക്കെ കിട്ടുന്നുണ്ടോന്ന്? പ്രിന്റ് ഒന്നുമില്ല. 5 3 പ്രാവശ്യം ഉണ്ടോ? ഉണ്ടല്ലേ. 4 3 പ്രാവശ്യം ഉണ്ട്, 2 3 പ്രാവശ്യം ഉണ്ട്, 1 1 പ്രാവശ്യം, 3 2 പ്രാവശ്യം. ഓക്കെ ആണോ? ആ ഓക്കെ. അപ്പൊ ഇന്ന് ചെയ്ത ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാ? നാളത്തേക്ക് പഠിച്ചിട്ട് വരിക. ആ ഓക്കെ അല്ലേ? ആ